ഹലോ ഗൈസ്, മൗനരാഗം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ പുതിയ പ്രൊമോയിൽ നമ്മുടെ കിരൺ നമ്മുടെ കല്യാണിയോട് പറയുകയാണ്, നിന്റെ അമ്മയ്ക്ക് വേണ്ടി നിനക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അവനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞു, ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗംഗപ്രസാദ് എന്നേക്കുമായി ലോകത്തിൽ നിന്ന് പോയി കഴിഞ്ഞു എന്ന് പറയുക കേട്ടോ. പക്ഷേ പോയിട്ടില്ല ഗൈസ്, അത് വേറൊരു ട്വിസ്റ്റേ. എന്തായാലും നമ്മുടെ കാട്ടിനുള്ളിൽ നമ്മുടെ ഗംഗപ്രസാദ് വീണ് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ കിരൺ. അപ്പൊ കിരൺ വിചാരിക്കുന്നത് അവിടെ വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് വന്യമൃഗങ്ങളൊക്കെ കൊത്തിക്കൊണ്ട് പോകും എന്നാണ്. പക്ഷേ അവിടെ കാട്ടുജാതിക്കാർ കുറച്ചുപേരുണ്ടാവും. അവര് അങ്ങനെ എന്തോ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരാൾ നമ്മുടെ ഗംഗപ്രസാദിന്റെ ഒരു ശരീരം കാണുന്നത്. അങ്ങനെ തന്നെ അയാൾ വേഗം ഓടിപ്പോയി ഈ വലിയ ആൾക്കാരോട്, അതായത് കാട്ടുരാജാക്കന്മാരെ പോലത്തെ ആ ഒരു പൂജയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് പോയി പറയുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട്, ആ ഭയങ്കര നിമിത്താണ്, ഈ ഒരു സമയത്ത് തന്നെ അത് കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ നമ്മുടെ ഗംഗപ്രസാദിന്റെ ചുറ്റിനും കൂടുന്നുണ്ട്. അപ്പൊ എന്തായാലും അവര് കുറെ പച്ചമരുന്നൊക്കെ വെച്ച് നമ്മുടെ ഗംഗപ്രസാദിനെ തിരികെ ആ ഒരു ജീവൻ വരുത്തിക്കും അല്ലെ കൂട്ടുകാരെ. ആ ഒരു വലിയ വലിയ പരിക്കുകളൊക്കെ മാറി നമ്മുടെ ഗംഗപ്രസാദ് വീണ്ടും പത്തി വിടർത്തി നമ്മുടെ കിരണിന്റെയും കല്യാണിയുടെയും മുന്നിൽ വരുന്നൊരു രംഗങ്ങളായിരിക്കും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അല്ലേ. കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.